ഹായ് ഫ്രണ്ട്സ്, ഐറാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് ഓണത്തിൻ്റെ അവധിയായിട്ട് നമ്മൾ ഓണത്തിൻ്റെ തലേന്ന്, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തേക്കടിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-2.25 മണിക്കൂറും കൊണ്ട് നമ്മൾ തേക്കടി ചെന്നു കേട്ടോ. അപ്പം ഒത്തിരി ദൂരം ഉണ്ടെന്ന് ഓർത്താൽ പോയത്, പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പം അത്ര പെട്ടെന്ന് നമ്മളങ്ങ് ചെന്നു. അപ്പോൾ പോയപ്പോൾ ഞാനും അമ്മ ചേട്ടായി അയറൂട്ടി, ഞങ്ങൾ 4 പേരാണല്ലോ ഉള്ളൂ. ചേച്ചിയും ചേട്ടായൊക്കെ പുറത്താണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഒരു 8:30-9:30 ആയപ്പോഴത്തേക്കും പോയി. നമ്മളപ്പം നമ്മൾ പോകുന്നത് ചെറുതോണി, ഇടുക്കി, കട്ടപ്പന, തേക്കടി, അതാണ് നമ്മുടെ റൂട്ടെന്ന് പറയണേ. അപ്പം ഞങ്ങൾ കട്ടപ്പന ചെന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് കട്ടപ്പനയിൽ നിന്ന് 25 കിലോമീറ്ററോ അത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോയത്. അപ്പോൾ ഐറൂട്ടി ഇങ്ങനെ വണ്ടിക്കകത്ത് ഭയങ്കര എന്ത് ഇരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ ഞാൻ ഇരുന്നപ്പം അമ്മച്ചിയുടെ അടുത്ത് പുറകോട്ട് പോയി. ഞാൻ പുറകിൽ ചെന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഫ്രണ്ടിൽ പോകും, പുറകെ വരും. ഇത് തന്നെ ഒരു രക്ഷയില്ലായിരുന്നു ഐറൂട്ടിനെ കൊണ്ട്. അങ്ങനെ നമ്മൾ കട്ടപ്പന ചെന്ന് കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അത് ഞാൻ പുറകെ വന്നപ്പോൾ ഐറു അമ്മച്ചിയുടെ അടുത്തോട്ട് പോയി. ഇനി കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പിന്നെ പുറകോട്ട് വരും. ഇതാണ് ഐറുവിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ചിരിച്ച് കാണിക്കും. അതാണ് കളിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് ഐറു നോക്കി ചിരിച്ച് കാണിക്കുമ്പോൾ ഐറൂട്ടി എന്നെ നോക്കി ചിരിച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ തേക്കടിയിൽ ആദ്യത്തെ സ്ഥലത്തെത്തി. അവിടെ ആനസവാരിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഒരാനേനെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പുറം അതിൻ്റെ കൂട്ടിനകത്ത് ഒരെണ്ണത്തിനെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഈ സൈഡിൽ കൂടെ പോയി അടുത്ത സൈഡിൽ കൂടെ പോയിട്ട് വലത് സൈഡിൽ കൂടെ വന്നു. അങ്ങനെ 5-6 ആനേനെ ഞാൻ കണ്ടു. കുറേ പേര് കയറി ഇറങ്ങും. എന്നിട്ട് ആനയുടെ ഫോട്ടോ എടുക്കാൻ നേരത്തെ ആന തുമ്പിക്കൈ ഇങ്ങനെ ആളുടെ തലയിലൊക്കെ കയറ്റിക്കണം. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി തേക്കടിയിൽ ബോട്ടിങ്ങിനാണ് പോകണ്ടേ. ബോട്ടിങ്ങിന് നമ്മളവിടെ പോയി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ കയറിപ്പോയി വേണം ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിന് പോകണം. അപ്പം നമ്മൾ തേക്കടിയിൽ എത്തിച്ചത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കിടക്കുന്ന ബസ്സുണ്ടോ, ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ബോട്ടിങ്ങൊക്കെ നടക്കുന്നിടത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റിയില്ല. അപ്പം ഇവിടെ വണ്ടി ഇട്ടിട്ട് വേണം പോകാൻ. അതിനെക്കൊണ്ട് വെയിലൊക്കെ കൊണ്ട് നിൽക്കാം. ഭയങ്കര ഇതാട്ടോ, നമുക്ക് അതിനൊക്കെ ഇറങ്ങി നടക്കാനോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൊരു ഫീലിംഗ് ആണെന്ന് തോന്നുന്നു. നല്ല വെയിലാണ്. അപ്പോഴത്തേക്ക് കിടക്കുന്ന ബസ്സിന് നമുക്ക് പോകേണ്ട. അപ്പോൾ ബസ്സിന് പോകാനുള്ള ടിക്കറ്റ് എടുത്തു. 270 രൂപ അത്രയും കണ്ടായെന്ന് തോന്നുന്നു ടിക്കറ്റ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഞാനും ചേട്ടായി 2 പേർക്ക് ഇരിക്കാൻ സീറ്റാണ്. ഞാനും ചേട്ടായി ഇരുന്നു, അപ്പുറത്തെ അമ്മയും ഐറൂട്ടി ഇരുന്നു. അപ്പം ഇതിങ്ങനെ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ പോകും. നല്ല രസമാണ്. അപ്പുറം ഇപ്പം ഫുള്ള് കാടാണ്, കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ കാട്ടിലോട്ടിരുന്നപ്പം ഒരു ചെറിയൊരു ടൗൺ പോലെ കുറേ കടകളൊക്കെ ഉണ്ട്. കുറേ തുണിക്കടയും ജസ്റ്റ് ഒരുപാട് വന്നാണല്ലോ. അപ്പം അങ്ങനത്തെ കുറേ കടയാണ് 2 സൈഡിലും കാണണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു 10-15 മിനിറ്റോളം ആ ബസ്സിൽ പോയാലാണ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അപ്പം നല്ല വ്യൂ കണ്ടോ. രണ്ട് സൈഡും കാടിൻ്റെ നടുക്കോടെ നമ്മളിങ്ങനെ പോവുക. ഇതിലെ പോയപ്പോഴും കണ്ട് ഒരു മാനിനെ കണ്ടു കേട്ടോ. അത് വീഡിയോയിലില്ലായിരുന്നു. ഫോൺ പകുതി സമയമാണല്ലോ നമ്മൾ വീഡിയോ ഓണാക്കി വെക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചെന്ന് ഇറങ്ങി. നമ്മുടെ ബസ്സെത്തി, നമ്മളെ ഇവിടെ ഇറക്കി വിട്ടു. ഇനി ഞങ്ങൾ ഒരുപാട് 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ചെന്നു. 1:45 ഞങ്ങളുടെ ബോട്ടിങ്. അപ്പം അവിടെ ചെന്ന് ഇറങ്ങി. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഫോട്ടോയൊക്കെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളും. പിന്നെ അവിടെയെല്ലാം നമുക്ക് ഇറങ്ങി ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു. ഉച്ചയായിരുന്നു. ചായ കുടിച്ച് ഇരുന്നു. അപ്പോൾ ഇതിലേ പോയിട്ട് വേണം നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാൻ. ഏതാണ്ട് 60% ടിക്കറ്റ്സ് ഓൺലൈനും ബാക്കി 40% ടിക്കറ്റ്സ് നമുക്ക് നേരിട്ടും പർച്ചേസ് ചെയ്യായിരുന്നു. അങ്ങനെ എന്തുമായിരുന്നു അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഈ വഴി പോയി ചേട്ടായി ഐറൂട്ടിയിലാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. അവർ 2 പേരും പോയി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാനും അമ്മച്ചിയും കൂടെ പോയി ഇറങ്ങി വന്ന് ഇവിടേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നല്ല വ്യൂ കേട്ടോ. വെള്ളത്തിന് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ
നല്ല വ്യൂ, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളവിടെ 1:45 12 മണിക്ക് 1:45 ഒരു പോസ്റ്റായിരുന്നു. അപ്പം ഇതിനുള്ളിലൂടെ ആണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഐറൊട്ടി ഭയങ്കര അലമ്പായിരുന്നു. ഐറൊട്ടിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഐറൊട്ടി നല്ലപോലെ അലമ്പുണ്ടാക്കി. കുറേ നേരം ഉറങ്ങാൻ നോക്കി. 12:45 തൊട്ട് ഉറക്കം തൂങ്ങി ഇരുന്നിട്ട് ബോട്ടിൽ കയറുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഐറൊട്ടി ഉറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുക. 1.25 മണിക്കൂറുണ്ടല്ലോ ഇരുന്നു. പിന്നെ ഫുള്ള് കുരങ്ങായിരുന്നു. ഒരു കുരങ്ങ് വന്ന് അമ്മച്ചിയുടെ ചൂതാറെ പിടിച്ച് മുകളിലോട്ട് കയറാൻ നോക്കി. ഐറോനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അവരെ ഓടിച്ചു വിട്ടു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദേ ഈ കിടക്കണ ഈ 2 ബോട്ടിൽ രണ്ടാമത് എടുക്കുന്ന ബോട്ടിലാട്ടോ നമ്മൾ പോകണം. പെരിയാറിന്നാണ് നമ്മുടെ പോണ ബോട്ടിൻ്റെ പേര്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് പെരിയാറിന്ന്. അതിന് നമുക്ക് ആ ബോട്ടിൻ്റെ താഴെ ഏറ്റവും പുറയിലത്തെ 3 സീറ്റാണ്. 38, 39, 40 ആ 3 സീറ്റാണ് നമുക്ക് കിട്ടിയത്. ഒരെണ്ണം കൂടെയായിരുന്നെങ്കിൽ നമുക്ക് ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിലിരുന്ന് എല്ലാം കാണാമായിരുന്നു. കറക്റ്റ് നമുക്ക് ബാക്കിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ളതാണ് അമ്മച്ചി സീറ്റ്. അമ്മച്ചി ഇങ്ങനെ സൈഡിൽ. അപ്പോൾ എനിക്ക് മറ്റേ സംഭവം ഇടണ്ടായിരുന്നു, സേഫ്റ്റിക്കായിട്ടുള്ള. ഞാൻ ഐറു ഉറങ്ങിപ്പോയ കാരണം ഐറുവിനെ പിടിച്ചുകൊണ്ട് എനിക്കതിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായിക്കും അമ്മച്ചിക്കും കൊടുത്തു, എനിക്കില്ലായിരുന്നു. ഐറൂട്ടി കയറുന്നതിന് തൊട്ട് മുമ്പ് ഉറങ്ങാൻ വേണ്ടി വഴക്കുണ്ടാക്കിയിട്ട് ഐറൂട്ടി അങ്ങ് ഉറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിങ് ഇങ്ങനെ പോകുമ്പോഴൊരു വ്യൂ. ഈ സൈഡിൽ കൂടി ഞങ്ങൾ കുറേ ആമേനെ കണ്ടു കേട്ടോ. കുറേ ആമേനെ കണ്ടു. ഈ വെള്ളത്തിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പേക്കൂടെ എല്ലാം 2, 3 ആമകൾ ഇരിപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആമേനെ കണ്ടു, മാനെ കണ്ടു, കേഴോ അങ്ങനെ എന്തോ സാധനം. പിന്നെ ഈ കുരങ്ങിനെ പോലെ ഇരിക്കുന്ന നീളമുള്ള വാലൊക്കെ ഇട്ട് കറുത്ത കുരങ്ങ്, എന്തോ ഒരു പേരുണ്ടല്ലോ അതിന്, കറക്റ്റ് പേരെനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം കണ്ടു. അങ്ങനെ അതിന് രണ്ടെണ്ണത്തിനെ കണ്ടു. അതിങ്ങനെ വന്ന് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അരിയിൽ കൂടെ എല്ലാം ഇഷ്ടംപോലെ പേര നിൽപ്പുണ്ട്. ഈ പേരെ കൂടെ എല്ലാം നിറച്ച് പേരൊക്കെയുണ്ട്. അതുണ്ടോ, അത് മാനോ കേഴോ എന്തോ ആണ്. അതുങ്ങളിങ്ങനെ വന്ന് പുല്ല് തിന്നാൻ തോന്നുന്നു. പുല്ലൊക്കെ തിന്നിങ്ങനെ. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ നടുക്കൂടെ പോകണം. നമ്മളുടെ ബോട്ടിന് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ സൂം ചെയ്തിട്ടേക്കണേ കണ്ടോ, കുറേ കണ്ടിട്ട് ഈ സാധനത്തിനെ കുറേ കണ്ടു. ഇതിലൊക്കെ. അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു സൈഡ് ചേർന്ന് പോയി. റിട്ടേൺ വന്നപ്പം ഇങ്ങേ സൈഡ് ചേർന്ന് വന്നു. അപ്പം നമ്മൾ ഇതിനെ കണ്ടു. പിന്നെ വേറെ ഈ കേഴേനെ കണ്ടു, മാനെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൽ കറുത്ത കുരങ്ങിൻ്റെ തന്നെ വേറൊരു സാധനം, കറുത്ത നല്ല നീളമുള്ള വാലൊക്കെ ആ സാധനത്തിനെ കണ്ടു. പിന്നെ ആമേനെ കണ്ടു. പിന്നെ ഒരു പ്രത്യേകത നീല കളർ പക്ഷിനെ കണ്ടു. അത്രയും സാധനത്തിനെ കണ്ടുള്ളൂ. പിന്നെ അവിടുത്തെ സാറ് പറഞ്ഞു, മൃഗങ്ങളൊക്കെ പകൽ നല്ല ഉറക്കമാണ്. അപ്പം നമ്മളൊത്തിരി ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. അവർ രാത്രി ട്രക്കിങ്ങിന് പോകുമ്പോഴും നിങ്ങളെ കാണണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊക്കെ കേട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കണ്ടതിനെയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിന്. ഇതിനകത്ത് തന്നെ താഴത്തെ നിലയിൽ 40 സീറ്റ്, മുകളിൽ അത്ര തന്നെ കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ നമുക്കൊരു വീഡിയോ കൂടെ എടുത്തേക്കാം. എനിക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. അങ്ങനെ ഇറങ്ങാൻ മനസ്സില്ലാഞ്ഞിട്ട്, പക്ഷെ ഇറങ്ങാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ 1.5 മണിക്കൂർ നീണ്ട ഒരു വെള്ളത്തിൽ കൂടെയുള്ളൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്ന ബസ്സിന് തന്നെ തിരിച്ചു. നമ്മൾ ഇങ്ങോട്ട് വന്നത് ബസ് നമ്പർ 2 തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഏത് വണ്ടിക്കാളും തിരിച്ചു നമ്പറിനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ക്യൂ നിന്ന് വേണം പോകാൻ. അതിങ്ങനെ ബസ് സ്റ്റോപ്പ് പോലെ പണിതിട്ടേക്കുവാണ്. നമ്മളിങ്ങനെ ക്യൂ നിൽക്കും. അതെ, ഓരോരോ വണ്ടികളിങ്ങനെ വരും. അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ പുറകിലായിട്ടാണ് നിന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ നിന്നവർ കയറി പോകുമല്ലോ. അപ്പം അങ്ങനെ നമുക്കുള്ള ബസ്സും വന്നു. നമ്മളും ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ചു. അപ്പം നമ്മളാണ് ആദ്യം കയറിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറി നമ്മളവിടുന്ന് തിരിച്ച് പോന്നു കേട്ടോ. ബാക്കിൽ തിരിച്ച് പോന്നു. ഏതാണ്ട് നമ്മൾ കട്ടപ്പന ഭാഗത്തോട്ട് എത്താറായി. 2 സൈഡ് ഫുള്ള്
അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ലപോലെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തേക്കടി ട്രിപ്പ് ലാസ്റ്റ് മൊമെൻറ്റോട്ടായി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കട്ടപ്പന നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് വീഡിയോ എടുത്തില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ വെക്കേഷനുള്ള ട്രിപ്പ് അവസാനിച്ചു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ബൈ.